ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വാം വെൽക്കം ഫ്രം മൈ സെൽഫ് ആൻഡ് താങ്ക്സ് എ ലോട്ട് കേട്ടോ. ഷോർട്സ് കണ്ടിട്ടാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇൻ കേസ് ഇഫ് യു ആർ സ്റ്റോപ്പിംഗ് ബൈ ടു വാച്ച് ലോങ് വീഡിയോസ്, താങ്ക് യു സോ മച്ച്. രാവിലെ ഇതേ അലനുള്ള സ്മൂത്തി ഉണ്ടാക്കിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഇന്ന് ബനാന ഇല്ല, തീർന്നു പോയി. ഈ വീട്ടിൽ ഏത്തപ്പഴത്തിനുള്ള സ്വാധീനവും അതിനുള്ള ചിലവും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ടപ്പേന്നാണ് ഏത്തപ്പഴം തീർന്നു പോകുന്നത്. 1 കിലോ ഒക്കെ മേടിച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ തീരും. ഇത് ഈ പഴംപൊരിയായിട്ട് കഴിക്കുന്നതല്ലാതെ നിലു ഒരു 10-11 മണിയാകുമ്പോൾ കഴിക്കും കേട്ടോ. അമ്മ എടുത്തവന് കൊടുക്കും. നമ്മൾ ഈ വീഡിയോയും ക്യാമറയും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെല്ലുന്നതുകൊണ്ട് അതൊന്നും പിന്നെ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ബനാന ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്മൂത്തിയുടെ കൺസിസ്റ്റൻസിയിൽ നിന്ന് നല്ല നീണ്ടുപോയി. പാല് കുടിക്കണ മാതിരി കുടിക്കാം. പോരാത്തതിന് ഓംലെറ്റ് അല്പം കരിഞ്ഞു പോയിട്ടുണ്ട്. അതും ഞാൻ ഇത്തിരി കൂട്ടി വെച്ചു, അതൊന്ന് പെട്ടെന്ന് ചൂടാവാൻ. പിന്നെ അത് താഴ്ത്തി വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ കുളക്കിലി രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കുളമായിട്ടുണ്ട്. കുക്കു സാർ എണീറ്റു. ഇന്നലെ ഞങ്ങളുടെ കൂടെ മേലെ തന്നെ വന്ന് കിടന്നിരുന്നു കേട്ടോ. എനിക്ക് ഇന്ന് കിച്ചണിൽ രാവിലെ ഒരു ഇത്തിരി പണിയുണ്ട്. അതുകൊണ്ട് ആലൻ ഇറങ്ങുന്ന ഉടനെ തന്നെ തിരിച്ചു പോയി കിടന്നുറങ്ങത്തില്ല. 2-3 കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കിടന്നുറങ്ങുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ എങ്ങാനും അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് ബഹളം വെക്കും, ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് അവനെ ഇങ്ങ് താഴത്ത് കൊണ്ടുവന്നു. ആലൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് വേറൊരാൾ എണീറ്റു. അവൻ എണീറ്റപ്പോഴേക്ക് അമൃതമൊക്കെ തീർന്നിരുന്നു കേട്ടോ. എടുത്ത് വെക്കുന്നതൊക്കെ ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ തീർന്നിട്ട് പിന്നെ അവൻ അങ്ങനെ എണീക്കാറില്ല. ഇതെന്തോ എണീറ്റു. പിന്നെ ആലൻ ഇറങ്ങുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്ക് കരച്ചിലും ബഹളമൊക്കെ. അമ്മ അമൃതവും പാലോ ഒക്കെ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്തുകൊണ്ട് നിന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നല്ലപോലെ നിലവിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളിമൂങ്ങയെ കാണിച്ചു തരാം, കാക്കയെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കറങ്ങി നിന്നിട്ട് അങ്ങ് അകത്ത് കൊണ്ടുപോയി പിന്നെയും കിടത്തി ഉറക്കി. അവനെ ഒന്ന് ഉറക്കി അമ്മേനെ അവിടെ അടുത്തോട്ട് കിടത്തിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വന്നു. ചിക്കൻ രാത്രി ഞാൻ എണീറ്റപ്പോഴത്തേക്ക് അതെടുത്ത് ഫ്രിഡ്ജിന് താഴത്തേക്ക് വെച്ചിരുന്നു. അപ്പോൾ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ബിരിയാണിക്കായിട്ട് എടുത്ത് വെച്ച് 2 ചിക്കൻ ലെഗും പിന്നെ 2 പീസും അതിൽ ഒന്ന് വരകളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ഒക്കെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ നമ്മൾ വൈകുന്നേരത്ത് ചെയ്ത് വെക്കുന്ന പരിപാടികളാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് എനിക്ക് ഒന്നിനും വയ്യായിരുന്നു. മടി, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നിലുവിൻ്റെ പനി കഴിഞ്ഞിട്ട് ഞാനാണോ അമ്മയാണോ അടുത്തതായിട്ട് ആ എവർ റോളിംഗ് ട്രോഫി ഇങ്ങോട്ട് മേടിക്കാൻ പോകണമെന്നേ അറിയാനുള്ളൂ. ഇതിൽ കുറച്ച് കട്ടത്തൈരും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റെ അടുത്ത സെക്ഷൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ബിരിയാണി ചെയ്യത്തുള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ അകത്ത് മസാല പിടിച്ചോളും. പക്ഷേ ഓവർനൈറ്റ് ഇത്രയും ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇത്രയും സാധനങ്ങൾ ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്നു. അരിഞ്ഞ് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഏതോ ഒരു മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാനിതൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് പടപടാന്ന് അരിഞ്ഞു കൂട്ടുവാണ്. സാലഡിനായിട്ട് കുറച്ച് സവാള വേണം. ബിരിയാണിയുടെ മീതെ വറുത്തിടാനായിട്ട് കുറച്ച് സവാള വേണം. അതിനായിട്ടാണ് ഈ ഒരു ചെറിയ ബോക്സ് വറുത്തിടാനായിട്ട്. ഇനി ഇത് നമുക്ക് സാലഡിലേക്ക് അരിയാം. സാലഡിൽ ഞാനിപ്പോൾ ഒരു പകുതി സവാളയും ഒരു തക്കാളിയും ക്യാരറ്റും ഒക്കെ കൂടിയാണ് എടുക്കുന്നത്. അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ ടെൻഷൻ ഇനി ഇതൊക്കെ അരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഉറക്കം പോകുമെന്നാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല. അത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്തതാണ്. ഇതിപ്പോൾ ഇന്നലെ അരിയാൻ മടിയായതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതുകൊണ്ട് എനിക്കത് മനസ്സിലായി അതിൻ്റെ ഗുണം. സാലഡിനുള്ള തക്കാളിയും ബിരിയാണിയിലിടാനുള്ള തക്കാളിയും 2ആയിട്ടാണ് അരിയുന്നത്. ബിരിയാണിയിൽ നമുക്ക് വെന്ത് കലങ്ങി പോകാനുള്ളതുകൊണ്ട് വലിയ പീസസ് ആയാലും കുഴപ്പമില്ല. അത് ഞാൻ അരിഞ്ഞ സവാളയുടെ പുറത്ത് തന്നെ വെച്ചു. അത് ബിരിയാണിയുടെ സെക്ഷനായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ ഒതുങ്ങി. കൗണ്ടർ ടോപ്പിൽ അധികം പാത്രങ്ങൾ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മിനിമം പാത്രങ്ങളുള്ളതാണ് എപ്പോഴും ഭംഗി. വീഡിയോസിനൊക്കെ വോളിയം തീരെ കുറവാന്നൊക്കെയുള്ള കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിലും വലിച്ച് നോർമലായിട്ടൊരു കോൺവെർസേഷനിൽ ഞാൻ സംസാരിക്കത്തില്ല. എൻ്റെ ഒരു ബേസ് ടോൺ ഇതാണ്, ഇങ്ങനെ നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ ഞാൻ അടുത്തിരുന്ന് വർത്താനം പറയുന്ന മാതിരിയാണ് ഞാനിപ്പോൾ ഫോൺ എൻ്റെ നേരെ തിരിച്ച് വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ സൗണ്ട് ഞാനിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ടുള്ള എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള സൗണ്ടാണ്. അത് നിങ്ങൾ താങ്ക മാട്ടേ. അപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാണ്ട് എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഫോണിൻ്റെ വോളിയം ഇത്തിരി കൂട്ടി അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. നമുക്കങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോവാം. അങ്ങനെ 2ാമത്തെ സെക്ഷൻ ഉറക്കവും കഴിഞ്ഞിട്ട് ഞാനൊരു 7:30 കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റത്. എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് വാരി കുക്കറിലോട്ട് ഓർഡർ അനുസരിച്ചിട്ടിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. ലേറ്റസ്റ്റായിട്ട് ഇട്ടൊരു 2-3 ഷോർട്സിൻ്റെ വ്യൂ നല്ലപോലെ കയറുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അന്നത്തെ ആ ഒരു ട്രാഡ് വൈഫ് വീഡിയോ അനലിസ്റ്റിനെതിരായിട്ട് സംസാരിച്ച വീഡിയോയിൽ പറഞ്ഞ പോലെ കടലാണ് ഒരെണ്ണത്തിൻ്റെ റീസൺ.
മിക്കവരും ആ ചേട്ടൻ അത് കറക്റ്റ് ടൈമിങ്ങിൽ ഞാനത് ക്യാമറ കടലിലോട്ട് ഇങ്ങനെ പിടിച്ച് സൺസെറ്റ് കാണിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ കറക്റ്റായിട്ട് മരവുമായിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തു. അത് ഭയങ്കര ഒരു സീനായിരുന്നു. പിന്നെ ഇവിടെ അടുത്താണെന്നും വ്യൂ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നവരൊക്കെ യു ആർ ഓൾ മോസ്റ്റ് വെൽക്കം കേട്ടോ. ഒന്ന് വിളിച്ചിട്ട് വരണമെന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോൺ നമ്പർ പാസ് ചെയ്യാം. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. ഞാൻ എപ്പോഴാണ് ഇങ്ങനെ ഉരുതണ്ടാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബിരിയാണിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും ബട്ടറും കൂടെ അലിയിച്ചിട്ട് അതിലേക്ക് ഇതേ സവാളയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാണ്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെക്കാം. അത് ഇത്തിരി സമയം എടുക്കും. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. അങ്ങനെ ഒത്തിരി കരിഞ്ഞാൽ ബിരിയാണി കഴിക്കും. അതൊന്ന് ഗോൾഡൻ കളറായാൽ മതി. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വീസിങ് നിങ്ങൾക്ക് ഓഡിയോയിൽ ഫീൽ ചെയ്യും. അത് ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന ദിവസം ഞാൻ ഷാർജ ഉണ്ടാക്കി കുടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഇന്നും ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാർജ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞ ഒരു 15 മിനിറ്റിനുള്ളിൽ തുടങ്ങിയ കുറയാണ്. പിന്നെ അങ്ങോട്ട് കുറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യാൻ ഇരുന്നപ്പോൾ തന്നെ ഏകദേശം 11:45 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് സബ്സൈഡ് ചെയ്തത്. ആ തൊണ്ടേൻ്റെ കുഴിക്കകത്തോട്ട് കുറച്ച് ആക്സ് ഓയിൽ ഇട്ട് വെച്ചപ്പോഴത്തേക്ക് സവാള ഡാർക്ക് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് തക്കാളിയും 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ഇളക്കി തക്കാളി ഉടഞ്ഞ് തുടങ്ങുമ്പോൾ അതിലേക്ക് ബിരിയാണി മസാല മാത്രം ഇനി ആഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഈ ചിക്കനിലുണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഈ തൈരിൻ്റെയും മഞ്ഞപ്പൊടിയുടെയും ആ ചിക്കൻ്റെ ഒരു കളർ കണ്ടോ, അതൊന്ന് മാറണം. ഇതൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മുരിച്ചെടുക്കാം. ബാക്കിലിരിക്കുന്ന കറിച്ചട്ടിയിൽ കുറച്ച് തെരണ്ടിക്കറിയുടെ ബാക്കിയാണ്. അപ്പോൾ അമ്മ ബിരിയാണി അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള ചോറും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതും ഒക്കെ ആയിട്ട് അമ്മ കഴിച്ചോളും. ഞാനിപ്പോൾ 1 ഗ്ലാസ് 1.25 ഗ്ലാസ് കൈമ അരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെ എടുക്കാനായിട്ടുള്ള മുട്ട നന്നായിട്ട് കഴുകി അത് 3 ഇട്ടിട്ടുണ്ട്. മുഴുവൻ മസാലകളായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുക്കാം. കൈമ അരിയാകുമ്പോൾ അത് കുതിർത്തി വെക്കണമെന്നില്ല. അല്ല നിങ്ങൾ ബിരിയാണി അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം കുതിർത്തി വെക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ അരി അങ്ങനെ വേവത്തില്ല. ഇത്രയും പരിപാടികളുടെ ഇടയ്ക്ക് നമ്മുടെ കെറ്റിലെ വെള്ളം നന്നായിട്ട് ബോയിലായി. ബോട്ടിൽ സ്റ്റെറിലൈസേഷനായിട്ട് പാർട്സൊക്കെ ഇളക്കിയിട്ടിട്ട് അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മുടെ കാപ്പിയും റെഡിയാക്കി. പാത്രങ്ങളൊക്കെ ഞാൻ എനിക്ക് കിട്ടുന്ന ഗ്യാപ്പ് അനുസരിച്ച് കഴുകിയും അവിടെ കഴുകിയിരുന്നതൊക്കെ അടുക്കിയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിയായിട്ട് മേലെ പോവാം. കുക്കർ വിസിലടിക്കുമ്പോഴേക്ക് അമ്മ അത് ഓഫ് ചെയ്തോളും. കഴുകാനായിട്ട് ഇപ്പോൾ ആകെയുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ 2 ടപ്പാവയാസ് മാത്രമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ അപ്പമാണ് കേട്ടോ. ഈ അപ്പം ഇഡ്ഡലി മാവൊന്നും ഞാൻ ചെയ്താൽ ശരിയാവാത്തതുകൊണ്ട് അമ്മ ദേ അവിടെ എല്ലാം കലക്കി സോഡാപ്പൊടിയൊക്കെ ഇട്ട് മാവ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെളിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി സമയം എടുക്കും. ഇപ്പോൾ നമുക്ക് ചുട്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു. കുക്കർ വിസിലടിച്ചാൽ അമ്മേൻ്റെ അടുത്ത് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ തിരിച്ച് താഴെ വരും. അപ്പോൾ ഇന്നത്തെ KOTD കടൽ ഓഫ് ദി ഡേ. കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങാൻ നേരത്തെ എൻ്റെ നേരാങ്ങൾ അവിടെ നിന്ന് ഉറക്കം എണീറ്റ് വരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് ഡ്രസ്സ് തേക്കാൻ തുടങ്ങി. ഇന്ന് കുക്കു സാറിൻ്റെ മലയാളം ടെസ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു. ഞാൻ ഇറങ്ങി വന്നത് മറ്റൊരു സർപ്രൈസിലേക്കാണ്. ഞാൻ വിളിച്ചുണർത്താതെ എണീറ്റ് ഡ്രസ്സ് ചെയ്ത് ടെസ്റ്റ് പേപ്പറിനായിട്ടിരുന്ന് പഠിക്കുന്നു. വിസിൽ അങ്ങനെ അത്ര നീളത്തിൽ വേണമെന്നില്ല. കാരണം നമ്മളിത് ഇപ്പം തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് പിന്നെയും നല്ലപോലെ അതിന് പ്രഷർ അങ്ങ് പോവും. ഇനി പെട്ടെന്ന് തന്നെ പൈപ്പിന് താഴെ വെച്ച് അതിൻ്റെ എയർ കളഞ്ഞിട്ട് അത് തുറക്കണം. അല്ലെങ്കിൽ കൈമാരി കുഴഞ്ഞു പോവും. കുഴിമന്തി കുഴഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ. കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഏതാണ്ട് ഈ പരുവത്തിലിരിക്കും. എഗ്ഗ് നമ്മൾ പുഴുങ്ങിയതിന് തോട് കളയണം. അപ്പോൾ അത് ഞാൻ എടുത്ത് കുക്കറിൻ്റെ ക്യാപ്പ് അവിടെ ഉണ്ട് സിങ്കിൽ, അതിലോട്ടാണ് എടുത്തിട്ടത്. സിങ്കിലേക്ക് ഡയറക്റ്റായിട്ട് എടുത്തിട്ടതല്ല. ബിരിയാണി ഒരു പോട്ടിലേക്ക് മാറ്റി. ലേശം അടി പിടിച്ചിട്ടുണ്ട്. അതെന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് ഓർത്ത് അത് കാണിച്ചില്ല. അപ്പോൾ ഇനിയുള്ള പരിപാടികൾ അത്യാവശ്യം സ്പീഡിൽ ചെയ്യണം. ഏതാണ്ട് സ്കൂളിൽ പോകാനുള്ള സമയമായി. ഞാൻ അപ്പം ചുടാനായിട്ടുള്ള അപ്പച്ചട്ടി ഒരു ബർണറിലേക്ക് വെച്ചു. ഇത് നമുക്ക് നെയ്യിൽ കാഷ്യൂം റൈസൻസ് ഉള്ളിയൊക്കെ വഴറ്റിയിടാനായിട്ടാണ് ചെറിയ കടായി വെച്ചത്. ഇപ്പുറത്ത് വെച്ച പാത്രത്തിൽ പപ്പടം വറുക്കണം.
മേളിൽ പോയി ഇരുന്നാൽ ഇതാണ് കേട്ടോ കുഴപ്പം. കോഫി എന്നെ ലേറ്റ് ആക്കത്തില്ല, പക്ഷേ അവിടെ ഈ കടലും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തിരി ലാഗടിക്കും. നമ്മൾ ഇരുന്നിട്ട് ചില സമയത്ത് നമ്മുടെ ലൈഫിലെടുത്ത എല്ലാ ബാഡ് ഡിസിഷൻസും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ചില സമയത്താണെങ്കിൽ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോകും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ. ഈ സാധനത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ ചില ആംഗിളിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആലോചിക്കാറുണ്ട്. കടൽ എപ്പോഴും നമുക്ക്, അതിപ്പോൾ എനിക്കിങ്ങനെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ കടൽ നോക്കുമ്പോൾ എനിക്ക് ഒരു ഹാപ്പി മൂഡൊക്കെയാണ് തോന്നുന്നത്. എനിക്ക് ദേഷ്യമാണെങ്കിൽ ഭയങ്കര തിരയടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. എനിക്ക് സങ്കടമാണെങ്കിൽ ഒരുമാതിരി മൂടി കെട്ടിയൊക്കെ നിൽക്കും, ഹൊറൈസണിൽ നിന്ന് നല്ലപോലെ കാണാതെ. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് വേണം വല്ല ട്രോളും ഇറങ്ങാനായിട്ട്. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് നമ്മളിപ്പോൾ കടലിൽ നിന്ന് മാത്രമല്ല, ഒരു ലേക്കിൻ്റെ സൈഡിൽ പോയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് സങ്കടമാണെങ്കിൽ ആ ലേക്കിലോട്ട് നോക്കിയാൽ നമുക്ക് സങ്കടമായിട്ടേ തോന്നത്തുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ വീശുന്ന കാറ്റും ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തരുന്ന പോലെയൊക്കെ തോന്നും. നമുക്കിനിയിപ്പോൾ പേടിയാണെങ്കിൽ, പേടിയുള്ളപ്പോൾ മഴയത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഫിയർ, അത് ആറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ലേ, ആ മിന്നുമ്പോൾ ഉള്ളൊരു ഇതും അങ്ങനെയൊക്കെ. എന്തോ എനിക്കങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണോ എന്ന് അറിയത്തില്ല. ഞാനും ഇന്ന് ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നെല്ലാം റെഡിയായല്ലോ. ഫ്രിഡ്ജിൽ നിന്നൊന്നും ഇനി ഉച്ചയ്ക്ക് എടുത്ത് അവനിൽ വെച്ച് ചൂടാക്കാനുമില്ല. സമയം താമസിച്ചത് കൊണ്ട് അപ്പം ചുടുന്ന പരിപാടി ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. എനിക്കും കുക്കു സാറിനുമായിട്ട് ബിരിയാണി എടുത്തു. 2 ചെറിയ ബോക്സസിൽ സാലഡും പിന്നെ നാരങ്ങ അച്ചാറും. കുക്കു സാറിൻ്റെ പപ്പടം അതിൻ്റെ മേളിലൊരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ വെച്ചു. എനിക്ക് പപ്പടം ഞാനൊരു പാക്കറ്റിലെടുത്തു. പൊടിഞ്ഞു പോകാതെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിലെടുത്ത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചു. അവന് സ്നാക്സിനായിട്ട് ഇന്നലെ അവൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അപ്പൻ കൊടുത്ത ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്. അത് മുഴുവൻ കഴിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അതൊന്ന് 4 മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് 2 അതിലേക്ക് വെച്ച് കൊടുത്തു. ഈ സാലഡിൻ്റെ പാത്രവും മോരിൻ്റെ പാത്രമൊക്കെ ഞാനിങ്ങനെ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യാറുണ്ട്, അഥവാ ലീക്ക് ചെയ്താലോ എന്ന് വെച്ചിട്ട്. പപ്പടം ഇങ്ങോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ചിലരൊന്നും കാണത്തില്ല, മിസ് ഔട്ടായി പോകും. അതുകൊണ്ട് പപ്പടം ബിരിയാണി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് 4 അപ്പം റെഡിയായി. അതിൽ ഷുഗർ ഇടാൻ നോക്കിയപ്പോൾ പഞ്ചസാര തീർന്നു. പിന്നെ കുക്കു സാറിനെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ വിട്ടിട്ടാണ് മേടിച്ചത്. അവിടുന്ന് ലില്ലിയമ്മച്ചി കൊടുത്തു വിട്ടു. ആ ഷുഗറൊക്കെ ഇട്ട് കഴിക്കാനും കഴിപ്പിക്കാനും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ പാത്രം നേരെ അങ്ങ് അമ്മേനെ ഏൽപ്പിച്ചു. നിലൂനുള്ള 2 അപ്പവും കൂടെ അവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. അവൻ എണീക്കുമ്പോൾ അതിൽ പാലിലൊക്കെ കുതിർത്തി കൊടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ അമ്മയാണ് കേട്ടോ വാരി തന്നത്. കുക്കു സാറിൻ്റെ ടൈൻ്റെ ഒരു സൈഡ് അതിനുള്ളിൽ കയറിപ്പോയി. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ അപ്പുറത്തെ സൈഡ് വരുന്നില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ പഴയ ഒരു ടൈ ഇരിപ്പുണ്ടായിരുന്നു. അതിന് നീളം കുറവായതുകൊണ്ട് അവൻ ഇടാതെ വെച്ചിരുന്നതാണ്. അതൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങി. നിലു ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ ഇനി നേരെ സ്കൂളിലോട്ട്. എൻ്റെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ കുക്കു സാറിൻ്റെ കിറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് അവനെ ഒന്ന് നോക്കാനായിട്ട് ഞാൻ പോകും ക്ലാസ്സിൽ. അവരൊക്കെ കഴിച്ച് തീരുന്ന സമയത്തിനേ ഞാൻ ലഞ്ച് എടുക്കാറുള്ളൂ. ബിയോടൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും അറ്റ് സ്കൂളിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്സ് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽസ്, LSRW, പിന്നെ ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ, പിന്നെ കമ്പ്യൂട്ടറുമാണ്. Simple words, we can say that internet is interconnected network which provides a variety of. ചുമ്മാ അവരെ ഇളക്കാനായിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പീരീഡ് ഞാൻ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിന് കൊടുക്കുമെന്ന്. ഞാൻ തന്നെ ചെല്ലണേന്നുള്ള അപേക്ഷയാണ് കേട്ടോ നടന്നത്. കുക്കു സാറ് ക്രാഫ്റ്റ് ബുക്കാണ് കേട്ടോ മേടിക്കുന്നത്. ഇത് മറ്റേ രാജസ്ഥാനിൽ നിന്നൊക്കെ വരത്തില്ലേ, നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ വന്നിരുന്നില്ലേ, കുറേ പേപ്പറൊക്കെ വെച്ചിട്ട് ഫോൾ പേപ്പർ ലൈക്ക് ദിസ്, കട്ട് പേപ്പർ ലൈക്ക് ദിസ്, ഫുൾ പേപ്പർ ലൈക്ക് ദിസ്, ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞു വന്ന ചേട്ടന്മാർ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ സെൻറ്റൻസസ് ഒക്കെ. സത്യത്തിൽ ഇവരുടെ എഫേർട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. എന്ത് ഫൈനായിട്ടാണെന്നറിയാമോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈവൻ ദോ ദി ആർ നോട്ട് ദാറ്റ് മച്ച് ട്രെയിൻഡ് ഇൻ ഗ്രാമർ. അവർക്ക് അങ്ങനെ എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ അവർക്ക് തെറ്റ് പറ്റുമോ എന്നൊന്നും അവർ പേടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പല സെൻറ്റൻസിലും ഗ്രാമാറ്റിക്കൽ ഇറേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ അവരതൊന്നും വകവയ്ക്കാണ്ട് അങ്ങ് സംസാരിക്കുന്നു. അതാണ് അവരുടെ വിജയം. ഹിന്ദിയിലൊരു വാക്കുപോലും പറയാതെ അവരിതെല്ലാം പഠിപ്പിച്ചിട്ട് പോണില്ലേ. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ 4th തന്നെയായിരുന്നു എനിക്ക് വീണ്ടും ക്ലാസ്. ഇതിപ്പോൾ എന്നെ ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്നത് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് വിഷമാവും. ഇവർക്ക് ലാസ്റ്റ് പീരീഡ് LSRW ട്രെയിനിങ് അല്ലേ, സ്പീക്കിംഗ് പ്രാക്ടീസും ബാക്കി കാര്യങ്ങളും ഒക്കെ. അതായത് ഗ്രാമർ അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് ശരിയാക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള കൊതി കൊണ്ടാണ്. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് കോമ്പോസിഷൻ്റെ 3 സെൻറ്റൻസ് എഴുതി കാണിച്ചാലേ ഇറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ആ ഫസ്റ്റ് സെഷൻ എല്ലാവരും കാര്യമായിട്ടാണ് എഴുതിയത്. വീട്ടിൽ വന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് എണീറ്റ് ഞാനിപ്പോൾ പഴംപൊരി ഒന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കൊരു മൂടില്ല പഴംപൊരി ഉണ്ടാക്കാൻ. പഴംപൊരിയാണെന്നും പറഞ്ഞ് നേത്തപ്പഴം പുഴുങ്ങി കൊടുത്ത് പറ്റിക്കാം. താഴത്തെ പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാടമുട്ട ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ കാടമുട്ടയാവും, മേളിൽ ഏത്തപ്പഴവും ഒന്ന് സ്റ്റീമായി കിട്ടും. ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ട് വേണം ഇനി എനിക്കും ആലനുമുള്ള കട്ടൻ ചായക്ക് വെള്ളം വയ്ക്കാനായിട്ട്.
നിലു എണീറ്റിട്ടില്ല. കുക്കുവിനെയും ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന പാടെ കിടത്തി ഇത്തിരി നേരം ഉറക്കും കേട്ടോ. കാരണം ഇത്തിരി കഴിഞ്ഞിട്ട് അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ കിടന്നില്ലെങ്കിൽ അവൻ നേരെ ഫുട്ബോളുമായിട്ട് പുറത്തു പോകും. എന്നിട്ട് അധികം മതിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് ഉണ്ടല്ലോ ബോൾ വന്ന് അടിക്കുന്നത്. നിലു എണീക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്നതുകൊണ്ട് ആ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരും. ഈ കിടന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ഒക്കെ തിരിഞ്ഞിട്ട് അടുത്ത ആളില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ എണീറ്റിട്ടുണ്ട് അപ്പുറത്തുണ്ട്. നീ സേറ വിളിക്കുന്നത് ഫോട്ടോ എടുക്കണം. നീ സേറ വിളിക്കുന്ന ഫോട്ടോ എടുക്കണം. ഒരു ഹായ് പറയോ? ഒരു ഐ ലവ് യു പറയോ? ഒരു ഐ ലവ് യു പറയോ? ഒരു ഐ ലവ് യു പറ. താഴെ വീഴും, താഴെ വീഴും. തൊടണോ? തൊടണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻ തരാനാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഒരു ഉമ്മൻ തരാൻ പാടില്ല എന്നൊന്നും യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടില്ലല്ലോ. എണീറ്റ് വന്ന പാടെ തന്നെ നിമ്മല ഇവിടെ ഇല്ലയെന്ന് അവനറിയാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വീട്ടിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അവന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ആകെയുള്ള ഓപ്ഷനാണ് സേറമോള്. ഇപ്പോൾ സേറമോളെ വിളിച്ചുകൊണ്ടിരിക്കുക. സേറമോളെ ഇപ്പോൾ വീഡിയോസിലൊന്നും അധികം കാണാത്തത് എക്സാമൊക്കെ നടക്കുകയാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ മോസ്റ്റ്ലി ആൾ വരുന്നത് സാറ്റർഡേ സൺഡേസിലാണ്. സാറ്റർഡേ സൺഡേസ് ഞാനിപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ മിനി വ്ളോഗ്സാണ് എടുത്തത്, ഷോർട്സാണ് എടുത്തത്. ഫുൾ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. മെയിൻ റീസൺ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്ന കുറേ ലോങ് വീഡിയോസ് ഫോണിൽ കിടന്നതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ലോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മെമ്മറിയൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. ഏത് ദിവസത്തിൻ്റെ രാവിലെയാണ്, ഏത് ദിവസത്തിൻ്റെ ഉച്ചയാണെന്നൊക്കെ. ആലം വന്നപ്പോഴേക്ക് ചൂണ്ടയ്ക്കോ മറ്റോ കിട്ടിയ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂണ്ടയ്ക്കാന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ പല പല മീനായിരിക്കും, അങ്ങനെ ഒന്നൊന്നില്ല. ഓരോരുത്തരും ഓരോ മീനായിരിക്കും. ചിലപ്പോൾ 2 കൊഞ്ചുണ്ടായിരുന്നു, ബാക്കി കിളിയും പിന്നെ ഒരു പരവ, പിന്നെ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത 2-3 മീനും. ഇവിടെ പഴംപൊരി ഉണ്ടാക്കാൻ തന്നെ മനുഷ്യന് മടിയായിട്ട് പാടില്ല. അപ്പോഴാണ് ഇനി മീൻ വെട്ടി കറിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മീനൊക്കെ അങ്ങനെ തന്നെ ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ്, നിറയെ മണ്ണൊക്കെ പറ്റിയിരുന്നു. മണ്ണ് കഴുകി, വേറെ ക്ലീനിങ് ഒന്നുമില്ല, മണ്ണ് കഴുകിയിട്ട് ഒരു ഡബ്ബയിലാക്കി അതിൽ കുറേ വെള്ളവും നിറച്ച് നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ സാമ്പാറും വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കാനാണ് പ്ലാൻ. സാമ്പാറും ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ദോശമാവ് ദേ കുക്കുസാറ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. രാത്രി ഡിന്നറിന് ആലന് ഈ ഒരു മുട്ട പുഴുങ്ങി ആ ബിരിയാണി റൈസിൻ്റെ ബാക്കിയുള്ള ബിരിയാണി റൈസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളതിനെ എഗ് ബിരിയാണി എന്ന് വിളിക്കും. അപ്പം മാവ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഞാനും പിള്ളേരും ഒക്കെ അപ്പം ചുട്ട് കഴിക്കും. സാമ്പാറിൻ്റേതായിട്ടുള്ള യാതൊരു കഷ്ണങ്ങളും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പരിപാടിയാണല്ലോ പപ്പയ്ക്ക കുത്തിയിടൽ. നമ്മുടെ കോമ്പൗണ്ടിൽ പപ്പായ മരം ഇല്ല. ഇത് അമ്മ പിരിവിന് പോയപ്പോഴത്തേക്ക് ഏതോ വീട്ടിൽ നിന്ന് ഒരു 2-3 എണ്ണം കൊണ്ടുവന്നൊരു കവറിൽ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ദേ ക്ലീൻ ചെയ്തു. പപ്പായയും ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് സാമ്പാറിൽ അങ്ങനെ ഇടാറില്ല, എന്നാലും കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു പിടി ബീൻസ് എടുത്ത് അത് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് ക്യാരറ്റും 2 തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട്. പച്ചക്കറി കുറവായതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഒരു തക്കാളി എടുക്കാനാണ് പോയത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അര തക്കാളി മോക്ഷം കാത്തിരിക്കുന്നു. അതും കൂടെ എടുത്ത് അരിഞ്ഞിട്ടു. കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ സവാള എടുത്ത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. കാന്താരി മുളക് ഉണ്ടായിരുന്നത് 2 എണ്ണം, അതങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ടു. പച്ചമുളക് ഇടുന്നില്ല, കാന്താരി മുളകാണ് ഇടുന്നത്. ഉടന്തൽ മുളക്, നല്ല മണമുള്ള കാന്താരി മുളകില്ലേ അത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറിക്കകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പുരട്ടി വയ്ക്കുന്നുണ്ട്. മുൻപൊക്കെ ഞാൻ ഉപ്പ് മാത്രമായിട്ടേ പുരട്ടി വെക്കാറുണ്ടായിരുന്നു, ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട്. ഇതിപ്പോൾ എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമാണ്. രാവിലെ പരിപ്പ് വേവിച്ചിട്ട് ഷൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് എടുത്ത് തട്ടിയിട്ട് കഴിഞ്ഞ് ഒരു വിസിലും കൂടെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 വിസിലും കൂടെ അടിക്കുമ്പോൾ നമ്മുടെ സാമ്പാർ അങ്ങ് റെഡിയാവും. ഇത്തിരി കായവും പുളിവെള്ളവും കൂടെ ചേർക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് സഹായിക്കാനായിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. പുറകെ ഞാനും ചെന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബാക്കി സാധനങ്ങളൊക്കെ വാരി താഴെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ അടച്ചുകൊണ്ട് വരും. ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കും മോനെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇടം വല്ലം നോക്കാതെ ചെയ്തിരിക്കും. ബാക്കി ചെയ്യുന്നതൊക്കെ പിന്നെ എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ദോശമാവ് ഞാൻ ദേ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്താ? ടാറ്റ പറ. 0 2 4 6 2 3 4
ഞാനും കുക്കു സാറും കൂടെ 8ൻ്റെ ടേബിൾസ് പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ അവിടെ കിടക്കുന്ന കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് ബിൽഡിംഗ് ബ്ലോക്സ് ആക്കി കളിച്ചുകൊണ്ടും കൂടി ഇരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.